അടിസക്കെ പഞ്ഞിക്കാരനാണ് ഒരു നാടറിയണത് ആ നാടിന്റെ പെരുമ കൊണ്ടായിരിക്കണം. പക്ഷെ ഈ നാടറിയണത് ആ നാട്ടിലെ കുറച്ച് ചങ്സുകൾ കൊണ്ടാണ്. അതാണ് ERT ചങ്സ്. ഇരട്ടപ്പടി എന്നറിയപ്പെടുന്ന പൊയ്യേല വടംവലിക്ക് പേര് കേട്ട അബസ്യ ഇരട്ടപ്പടിയുടെ നാട്. എന്താണ് ഇത്ര പൂഴ്ത്തി പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഒന്നേ ഉള്ളൂ. ഇവരുടെ ഒത്തൊരുമ കാരണം 3 വർഷമായിട്ട് ഇവർ നടത്തുന്ന ഓണാഘോഷമാണ്. അത് കഴിവുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവരവരുടേതായ രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഓണാഘോഷം എന്നല്ല, ആ നാടങ്ങോട് ഉണ്ട്. അവരുടെ ഓണാഘോഷം കൂടാനായിട്ട് ചുറ്റുമുള്ള എല്ലാ നാട്ടുകാരും കൂടി വരും. കൈകൊട്ടുകളി, ഓണപ്പാട്ട്, വടംവലി എല്ലാം കൂടി ആകുമ്പോൾ ഓണം അങ്ങോട്ട് തിമിർക്കും. ഓണക്കളി, ഓണപ്പാട്ട്, കൈകൊട്ടുകളിയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഇവരതേപോലെ തന്നെ കഴിവുള്ള കലാകാരന്മാരെ കൊണ്ടുവന്ന് ഓണക്കളിയും ഓണപ്പാട്ടും കൈകൊട്ടിക്കളിയായിട്ട് ആവേശം മൊത്തത്തിൽ അങ്ങോട്ട് തീർക്കും. ഒരു നാടുണരണമെങ്കിൽ ആ നാട്ടിലെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ നാടുണരും. ആ നാട്ടിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാകും. അതേപോലെ കുറെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ERTയിലെ പിള്ളേര് ഒരുമിച്ച് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഓണക്കളി മാത്രമല്ല, ഇവരെല്ലാ ആഘോഷവും ഒന്നിനൊന്നിനും മികച്ചതാണ്. നമ്മളെ സന്തോഷിപ്പിക്കണ എന്തോ മാന്ത്രികത അവരുടെ കയ്യിലുണ്ട്. ആ മാന്ത്രികത കൊണ്ട് ഈ നാടിന് മൊത്തം അവർ കയ്യിലെടുത്തേക്ക്. ഒരുപാട് ചേട്ടന്മാരും കൂട്ടുകാരന്മാരും അനിയന്മാരും ഒരുപാട് പേരുണ്ട് അവിടെ. പേരെടുത്ത് പറയാൻ നിന്നാൽ തീരൂല, അത്രത്തോളം സ്നേഹബന്ധമുണ്ട് ഇരട്ടപ്പടിയായിട്ട്. അവസാനം ആരവ് തീർക്കാൻ അവരുടെ നാട്ടിലെ പിള്ളേരുടെ പ്രോഗ്രാംസുകളും അവരുടെ കപ്പിൾ ഡാൻസും അതേപോലെ അവരുടെ സന്തോഷങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് ആസ്വദിച്ചട്ടാ. ഈ തവണത്തെ ഓണാഘോഷം ERT ജംഗ്ഷന്റെ ഒപ്പം ഏതാണ്ട് ഓണം അങ്ങോട്ട് കളറായി മൊത്തത്തിൽ. അവസാനം എന്റെ കിണ്ണമ്മന്റെ വെറൈറ്റി ഡാൻസും ഇരട്ടപ്പടിക്കാരുടെ സന്തോഷം കൂടി കണ്ടപ്പോൾ ഞാൻ ഹാപ്പി. അപ്പൊ ഞാനും ഹാപ്പി, അവരും ഹാപ്പി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പഞ്ഞിക്കാരൻ പോണേ സുലാൻ.